ഇവിടുന്ന് ഇങ്ങനെ ആന കയറി വരികയായിരുന്നു. ആന ഇവിടുന്ന് കയറി വന്നേ? ഈ വഴിക്കുന്നാണ് ആന കയറി വന്നത്. അങ്ങനെ മൂപ്പര് അവിടുന്ന് വരികയായിരുന്നു. മൂപ്പര് വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്കായിട്ട് വന്നതാണ്. അപ്പൊ ഇങ്ങനെ കയറി വന്നപ്പോ ഇവിടെ എത്തിയപ്പോഴേക്കും ആനേന്റെ മുന്നിലായിപ്പോയി. പുള്ളി അവിടെ ഇങ്ങോട്ട് വരുന്നത്? പുള്ളി അവിടുന്ന് ഇങ്ങോട്ട് വന്നതാ. ഇവിടുന്ന് ആന എന്താക്കി പോയി മൂപ്പരെ തട്ടിയിടുക ചെയ്തത്. ഇത് ആന കുത്തിയല്ലേ? അതന്നെയാണ് ആന കുത്തിയത്. കൊമ്പ് കുത്തിയേക്കുന്ന കാണുന്നത്. ഇവിടെയായിട്ടാണ് സ്കൂട്ടർ. മൂപ്പര് ഇവിടെ പുറത്തും ഉണ്ടായിരുന്നു. മൂപ്പര് അങ്ങോട്ട് ചാടിക്കണം. ചാടി. ഇതിൽ രണ്ട് ഷോക്ക് ലൈൻ ഉണ്ട് എന്നാണ് മൂപ്പര് പറഞ്ഞത്. പിന്നെ ഇതിലത്തേല് ഷോക്ക് ഇല്ലാന്നും പറയും ചെയ്ത്. അതുകൊണ്ടാന്ന് തോന്നുന്നു മൂപ്പർക്ക് ഷോക്കൊന്നും അടിച്ചിട്ടൊന്നുമില്ല. ഷോക്ക് അടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആന ചിഹ്നം വിളിച്ചത്. ആ ചിഹ്നം വിളിയിൽ ആന എന്താക്കി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നാട്ടുകാരെല്ലാവരും ഓടി വന്ന് ആൾക്കാരെല്ലാം കൂടി എല്ലാവരും കൂടിയിട്ട് എന്താക്കി ആനേനെ ഫോറസ്റ്റിലേക്ക് കയറ്റുകയും ചെയ്തു. ഇവിടെ ഞാൻ കണ്ടപ്പോ ഇവിടെയായിട്ട് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു കൂട്ടിക്കാരൻ ഇങ്ങനെ പോകുന്ന കണ്ടു. ഞാൻ ആദ്യം എത്തി ഒന്ന് ചാണം പഠിക്കാനാകുമ്പോ ഒരു നിലവിളി ഇവിടെ ആന കയറിയതാ. ഇവിടെ ഇറങ്ങി നോക്കുമ്പോൾ ആന ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴത്തേനും എന്തോ ഒരു ശബ്ദം ഒറ്റ കേട്ടു. ആന മറിക്കുന്ന കാണുന്നത്. അപ്പം മറ്റേ ആളെ കണ്ടിട്ടില്ല നമ്മള്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പനവല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ്. കാട്ടിക്കുളത്തിന് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നമ്മളിതിനു മുന്നേ നിരവധി തവണ പനവല്ലി ഭാഗത്തെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പനവല്ലിയിൽ നിന്ന് അപ്പപ്പാറയിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ആ ഒരു റോഡിലൂടെ ഇന്ന് രാവിലെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാളെ കാട്ടാന ആക്രമിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ബൈക്ക് കുത്തി എറിയുകയായിരുന്നു. ഏതായാലും ആ ഒരു സംഭവത്തിൻ്റെ വിഷ്വൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തൊട്ടടുത്ത CCTV ക്യാമറയിൽ നിന്നാണ് കിട്ടിയത്. നമുക്ക് ഏതായാലും ആ വിഷ്വലൊന്നും കണ്ടിട്ട് വരാം. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഫെൻസിങ് ഓപ്പാത്തത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ കാര്യം പോക്ക വരുന്നത്. നിങ്ങൾ ചാടി അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. ഫെൻസിങ് മേലെയുണ്ട്. 5 മിനിറ്റ് മുമ്പ് പനവല്ലി നടന്ന ഒരു ആക്സിഡന്റ്. ആന കട്ടില്ല. നിങ്ങൾ കണ്ടില്ല ആന കണ്ടു. അപ്പൊ തന്നെ ഇയാള് വെറുതെ ചീറുന്നല്ലേ. ഞാൻ വിചാരിച്ച എന്താന്ന് പെട്ടെന്ന് കറന്നുകൊണ്ട് കഴുകിക്കൊണ്ടിരിക്കുന്നല്ലേ. ആ വണ്ടി ഒന്ന് പിടിക്കാ. ഇപ്പം നിങ്ങൾ ഏതായാലും കണ്ടല്ലോ. ഇതാണ് ഇന്ന് രാവിലെ ഇവിടെ സംഭവിച്ചൊരു കാര്യം. അദ്ദേഹം തൊട്ടടുത്തുള്ള റിസോർട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ജോലിക്കായിട്ട് പോവുകയായിരുന്നു എന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ഈ ഒരു പ്രദേശത്ത് എത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കാട്ടാന മുമ്പിൽ പെടുകയും കാട്ടാന അദ്ദേഹത്തിന് നേരെ ചീറിപ്പാഞ്ഞ് വരികയും അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് വണ്ടി ഇട്ടിട്ട് ഓടുകയായിരുന്നു. അങ്ങനെ ഓടിയതുകൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ഈ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ചോദിക്കാം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്രദേശമാണ് പനവല്ലി എന്ന് പറയുന്നത്. പനവല്ലിയിൽ നിന്ന് അപ്പപ്പാറയിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. തിരുനെല്ലിക്ക് നമുക്കിതിലേ പോകാം. പോകുന്ന വഴിക്കൊരു ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെയുള്ളൊരു റോഡാണിത്. അങ്ങനെ ഒരു ചെറിയ പാലമൊക്കെ കടന്ന് ഈ വയലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന ഒരു പ്രദേശം. ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഇന്ന് രാവിലെ നടന്നത്. നമ്മളിപ്പോൾ ആ വിഷ്വലിൽ കണ്ട ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ട ആ ഒരു വിഷ്വൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു ക്യാമറയിൽ നിന്നാണ്. ഇവിടെ ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് ഇവിടെയുണ്ട്. ആ ഒരു ക്യാമറയിൽ നിന്നാണ് ആ ഒരു വിഷ്വൽ കിട്ടിയത് കേട്ടോ. ഏതായാലും ഇവിടെയാണ് ആ ഒരു സ്കൂട്ടി കിടന്നത്. അതുപോലെ തന്നെ ഈ വഴി നമ്മൾ ഇച്ചിരി മുന്നോട്ട് പോയാൽ ഒരു ഈ ഒരു കയറ്റം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്നൊരു കയറ്റം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫോറസ്റ്റ് തുടങ്ങുകയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഫോറസ്റ്റ് ഉണ്ട്. ചെറിയ വഴിയാണ്. ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു വഴിയാണ്. അതിലെയാണ് പോകേണ്ടത്. പലപ്പോഴും അതിലെ പോകുമ്പോൾ ഒക്കെ മൃഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ഒരു പനവല്ലി പ്രദേശത്ത് മിക്ക സമയങ്ങളിലും രാത്രി കാലങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നൊരു പ്രദേശമാണ്. അതൊരു പുതിയൊരു സംഭവമല്ല. പക്ഷേ ആളുകളുടെ നേരെ കാട്ടാനകൾ തിരിയുന്ന ഒരു സംഭവം ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ബാവലി പ്രദേശത്ത് നിന്ന് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ ഇവിടെ ഇതേപോലെ സംഭവിച്ചിരിക്കുകയാണ് കേട്ടോ. പേരെങ്ങനെയാണ്?
എൻ്റെ പേര് അൻഷാദ്. ഇതിന്ന് രാവിലെ എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നേ? രാവിലെ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ടാവും. 6:30 ആയപ്പോൾ. എന്താ ശരിക്കും സംഭവിച്ചത്? സംഭവിച്ചത് ഇവിടുന്ന് ഇങ്ങനെ ആന കയറി വരികയായിരുന്നു. ആന ഇവിടുന്ന് കയറി വന്നേ? ഈ വഴിക്കുന്നാണ് ആന കയറി വന്നത്. അങ്ങനെ മൂപ്പര് അവിടെ നിന്ന് വരികയായിരുന്നു. മൂപ്പര് വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്കായിട്ട് വന്നതാണ്. അപ്പൊ ഇങ്ങനെ കയറി വന്നപ്പോ ഇവിടെ എത്തിയപ്പോഴേക്കും ആനേന്റെ മുന്നിലായിപ്പോയി. പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്? പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ആനേന്റെ മുന്നിലായിപ്പോ പെട്ടത്. ഇവിടുന്ന് ആന എന്താക്കി പോയി മൂപ്പരെ തട്ടിയിടുക ചെയ്തത്. അപ്പോഴത്തേക്ക് മൂപ്പരെ എടുത്ത് തുള്ളി ആ തോട്ടത്തിന്റെ അപ്പുറത്തേക്ക് മാറി ഇതാ ലൈൻ കമ്പി ഉണ്ടല്ലോ അതിന്റെ അപ്പുറത്തേക്ക് എന്താ പറയാ എടുത്ത് തുള്ളി വണ്ടി അവിടെ തന്നെ ഇട്ടു. അങ്ങനെ മൂപ്പരെ എടുത്ത് തുള്ളി ചെയ്ത്. അങ്ങനെ ആ സമയത്ത് എന്താക്കി മൂപ്പരെ ആനക്ക് കിട്ടിയില്ല. അപ്പത്തേക്കും എന്താക്കി ബൈക്ക് എടുത്തിട്ട് ബൈക്ക് തോണ്ടി അങ്ങോട്ട് കിട്ടി. അതിന്റെ CCTV ഉണ്ടായിരുന്നു അതില്. ഇതാരതാ പറമ്പ്? ഇത് മൂപ്പര് അനിയൻ പുള്ളിയില്ല ഇവിടെ മേലെ താമസിക്കുന്ന. ഇവിടുന്ന് CCTV വിഷയം കിട്ടിയ? ഇത് തന്നെ ഇവിടുന്ന് തന്നെ കിട്ടിയ. ഇതാ CCTV അതിന്റെ ക്യാമറ ഇവിടെയുള്ളത്. പുള്ളിക്കാരന്റെ പേരെങ്ങനെയാണ്? മൂപ്പര് പേര് ഷിബു. ഷിബു അല്ലേ? പുള്ളി എങ്ങോട്ടാ പോയിരുന്നേ? മൂപ്പര് ജോലിക്കാന്നാ പറഞ്ഞേ. ഇവിടെ ഏതോ റിസോർട്ടില് ഏതോ ജോലിക്കാന്നാ പറഞ്ഞേ. എല്ലാ ദിവസം പുള്ളി ആ സമയത്ത് പോകുന്നതായിരിക്കും അല്ലേ? ഈ സമയത്ത് പോകുന്ന മാത്രല്ല ഇപ്പൊ എന്താ വെച്ചാൽ സ്കൂൾ കുട്ടികളും മറ്റേ എന്താ പറയാ എല്ലാവരും ജോലിക്കായിട്ടും ഇങ്ങനെ നടന്നിട്ട് റോഡ് കുട്ടികൾ ഈ വഴിക്ക് പോകുന്നുണ്ടല്ലേ? ഉണ്ട്. അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മക്കളൊക്കെ രാവിലെ 7 മണിക്കുള്ള ബസ്സിനൊക്കെ വരാൻ വേണ്ടിട്ട് ഇങ്ങനെ പോയി. 7 മണി 7 ആകുമ്പോ ബസ് ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ ഇതിപ്പോ പനവല്ലി ഭാഗത്ത് ആന ഇറങ്ങുന്ന ആദ്യത്തെ സംഭവം അല്ലല്ലോ? അല്ലല്ല. അപ്പൊ ഇതിങ്ങനെ സ്ഥിരം ഇങ്ങനെ ഇതിലേ പോകാറുണ്ടോ പലപ്പോഴും? ഇടക്കും തലക്കൊക്കെ ഇതിലെ കൂടെ ഇപ്പൊ കുറച്ചായിട്ട് എന്താ പറയാ ഇപ്പൊ മഴക്കാലം ഇപ്പൊ ഏകദേശം ആയ സമയത്ത് ഈ വഴിക്ക് തന്നെ ഇപ്പം ആന വല്ലാണ്ട് ഉണ്ടല്ലേ? അപ്പൊ ഇത് ഈ സ്ഥിരമായിട്ട് വരുന്ന ആനയാണോ അങ്ങനെ കണ്ടത്? അല്ല, അങ്ങനെ ഇപ്പൊ ചോദിച്ചാല് അങ്ങനെ ഇപ്പൊ അറിയില്ല. എന്താ വെച്ചാൽ എന്നാലും എന്താ പറയാ ആന ഇതിന്റെ ഇടയ്ക്ക് ഇതേപോലെ തന്നെ 9 മണിയായപ്പോ രാത്രിക്ക് ഒരു ഏകദേശം 8:30 9 മണിയായപ്പോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് ആനേനെ ഇവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ തൊട്ടുമേലെ തന്നെ. പിന്നെ അതൊന്നും വൃദ്ധരൊന്നും ആക്കിയിട്ടൊന്നുമില്ല. അതെന്താക്കി നേരം കാറിലേക്ക് കയറി പോവുക ചെയ്തത്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ എന്റെ കൺമുന്നിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഇത് പെട്ടെന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ഒച്ച? പുള്ളി എന്താ? ഞാൻ ഉറക്കത്തിലായിരുന്നു. ഒന്ന് ഡ്യൂട്ടി ഇല്ലാത്തതിനാൽ ഞാൻ എന്താക്കി ഉറങ്ങി കിടക്കായിരുന്നു. ആ സമയത്ത് എന്തൊക്കെയാ എന്റെ വൈഫാണ് എന്താക്കിയത് പറഞ്ഞ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ആന പെട്ടെന്ന് ചിഹ്നം വിളിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ? ചിഹ്നം വിളിച്ചിട്ടുണ്ടായി. ആ സമയത്താണ് എന്താക്കിയത് എഴുന്നേറ്റിട്ട് വന്ന് നോക്കുമ്പോഴാണ് മൂപ്പര് അങ്ങനെ അവിടെ വീണ് കിടക്കുന്നത് കണ്ടത്. എവിടെയായിട്ടാ സ്കൂട്ടി കിടന്ന? എവിടെയായിട്ടാ സ്കൂട്ടി? ഇതാ ഇവിടെ തന്നെ കാണിച്ചതാ. ഇവിടെ ഉണ്ടായിരുന്നു സ്കൂട്ടി. ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ആയിട്ടാണ് സ്കൂട്ടി. മൂപ്പര് ഇവിടെ പുറത്തും ഉണ്ടായിരുന്നു. അങ്ങോട്ട് ചാടി. ഇതില് 2 ലൈൻ ഉണ്ട്. ഉണ്ടായിരുന്നു. ഇതില് 2 ഷോക്ക് ലൈൻ ഉണ്ട് എന്നാണ് മൂപ്പര് പറഞ്ഞത്. പിന്നെ ഇതിലത്തേല് ഷോക്ക് ഇല്ലാന്ന് പറയും ചെയ്ത്. അതുകൊണ്ടാന്ന് തോന്നുന്നു മൂപ്പർക്ക് ഷോക്കൊന്നും അടിച്ചിട്ടൊന്നുമില്ല. മൂപ്പര് അപ്പുറത്തേക്ക് തുള്ളും ചെയ്ത്. അതുകൊണ്ട് ആന അടിക്കാൻ വന്നില്ലാലോ എന്താണെന്നറിയില്ല. സംബന്ധിച്ച് കഴിഞ്ഞാല് ഷോക്ക് അടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആന ചിഹ്നം വിളിച്ചത്. ആ ചിഹ്നം വിളിയിൽ ആന എന്താക്കി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നാട്ടുകാരെല്ലാവരും ഓടി വന്ന് ഫുൾ എന്താക്കി ആൾക്കാരെല്ലാം കൂടി എല്ലാവരും കൂടിയിട്ട് എന്താക്കി ആനേനെ ഫോറസ്റ്റിലേക്ക് കയറ്റുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഫോറസ്റ്റുകാർ വരികയും ചെയ്തു. ഇവിടെ തന്നെയാണല്ലോ കാടുള്ളത് അല്ലേ? ഇതിന് തൊട്ട് മേലെ തന്നെയാണ് ഫോറസ്റ്റ് ഉള്ളത്. അങ്ങോട്ട് തന്നെ കയറി പോയിക്കുന്നല്ലേ? അങ്ങോട്ടേക്ക് തന്നെ കയറി പോയത്. ഇത് ഇവിടെ ഈ കൃഷി മേഖലകളല്ലേ ഈ ഭാഗത്തൊക്കെ? ഈ മേഖലത്തൊക്കെ 2 സൈഡും കൃഷികളും കാര്യങ്ങളും. അവിടെയൊക്കെ നല്ല നാശനഷ്ടം വരുത്തിയിട്ടുണ്ടാവും. അവരെ തോട്ടത്തിൽ ഇറങ്ങിയിട്ട് എന്താ പറയാ കൃഷി നശിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നതെന്നാണ് കുറച്ച് മുമ്പ് ഒരു വ്യക്തി വന്ന് പറഞ്ഞത്. ഇവിടെ കാട്ടാനല്ലാതെ മറ്റേതെങ്കിലും ജീവികളുടെ പ്രശ്നം? ഞാൻ ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു 7-8 മാസത്തിന്റെ അടുത്തായി. വലിയതായിട്ട് ഇപ്പൊ എന്താ പറയാ ശല്യങ്ങളായിട്ട് ഇപ്പൊ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ആന വരുത്തുണ്ട് പോക്കുണ്ട്. അങ്ങനെ എന്താ വെച്ചാൽ വരികയാണെങ്കിൽ തന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് വരും. ഓടിച്ച വീട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട്. പുള്ളിക്കാരന്റെ പരിക്കിന്റെ കാര്യം എന്താ? പരിക്കിന്റെ വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയാ അവര് കൊണ്ടുപോയ സ്ഥിതിക്ക് മൊത്തത്തിൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ ഒരു ഫോറസ്റ്റുകാർ വന്നപ്പോ പറഞ്ഞ അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് മാനന്തവാടി. ഇവിടെ ഞാൻ കണ്ടപ്പോ ഇവിടെ ആയിട്ട് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ അങ്ങനെ ഉണ്ട്. കണ്ടിട്ടുണ്ടായി. നിങ്ങൾ തന്നെയാ വീഡിയോ എടുത്തേ? അല്ലല്ല, അത് വേറൊരു മൂപ്പര് വന്നിട്ടുണ്ടായി. മൂപ്പര് ആ സമയത്ത് വീട്ടിലേക്ക് പോവായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ സംഭവം നടന്നത്. അതിന്റെ തൊട്ട് മുന്നേ നമ്മളെ ബസ്സിൽ പോകുന്ന ഒരു കണ്ടക്ടർ എന്താ പറയാ ഒരു 6:15 സമയത്ത് ഇതിലെ കൂടെ പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഞാൻ ഓനെ എന്താക്കി സംഭവം നടന്ന ഉടനെ ഞാൻ എന്താക്കി ഓനെ വിളിക്കുകയും ചെയ്തു. വിളിച്ച് ചോദിക്കുകയും ചെയ്താ
അപ്പോൾ പറഞ്ഞു ഞാൻ അതിന് തൊട്ടും മുന്നേ പോയിട്ടുള്ളൂ അൻഷാക്കാന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയും ചെയ്ത്. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് പോകണം, ഇങ്ങനെ ആനേൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട്, നോക്കി പോകണം. ഏത് നിമിഷം വേണേലും മൃഗങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ് ഈ റോഡിലെ. എന്നാൽ ഒത്തിരി ആളുകൾ ഉപയോഗിക്കുന്ന വഴിയും കൂടെ അതാണ്. ജനങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക, അപ്പുറത്തേക്കൊക്കെ ഇഷ്ടംപോലെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസായാലും ഈ വഴിക്കായാലും ഇതെന്താ പറയുക, ഇപ്പം അപ്പപ്പാറൊക്കെ കയറണമെങ്കിൽ ആ വഴിക്കായാലും തിരുനെല്ലിക്കും പോകാൻ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഈ റോഡ് തന്നെയാണ്. നമ്മൾ തോട്ടത്തിൽ വരുന്നല്ലോ, എന്താ പറയുക, റോഡിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഇതാണ്. കാരണം വെച്ചാൽ എല്ലാവരും കാൽനടയായിട്ട് പോകുന്ന ആൾക്കാരാണ്. അധികം എല്ലാവരും പണിക്കായിട്ടും രാവിലെ എന്താ പറയുക നേരം വെളുക്കുന്നതിന് മുമ്പ് കുറേ പേര് പണിക്കും പോകുന്നത് ഈ വഴി നടന്നിട്ടാണ് പോകുന്നത്. അതും അങ്ങനെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് നിന്ന് നടന്നിട്ട് വരിക ചെയ്യുന്നത്. അങ്ങോട്ടൊക്കെ തോട്ടവും കാര്യങ്ങളും വയലും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ വീടുകളുണ്ടല്ലോ. വീട് ഇഷ്ടംപോലെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് രാത്രി വന്ന് കയറി ഇപ്പം ഇത്രയും നേരം ആവലില്ല. കാരണം വെച്ചാൽ വെളുപ്പിന് മുമ്പ് എന്താ വെച്ചാൽ വന്നാൽ തന്നെ എന്തെങ്കിലും കഴിച്ചാൽ തന്നെ ഇറങ്ങി പോക്കാണ് പതിവ്. പക്ഷേ ഇതിപ്പോൾ എത്രയും നേരം വൈകി ഇതിലെ കൂടെ ഇങ്ങനെ കയറി വരികയും ചെയ്ത് പെട്ടെന്ന് മൂപ്പരെയാ കിട്ടിയതും. അപ്പം എല്ലാം കൂടി അതാണ് ഒരു എന്താ പറയുക, ഇടങ്ങറ് പിടിച്ച ആനയാന്നൊക്കെ പറയുന്നത് കേട്ടത്. പിന്നെ നമുക്ക് അതിൻ്റെ യാദൃശികമായിട്ടുള്ള സംഭവങ്ങളൊന്നും അറിയില്ല. കാരണം വെച്ചാൽ ഞാൻ കുറച്ചായിട്ടുള്ള ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഈ ആന തന്നെയാണ് കുറച്ച് മുന്നേ അപ്പുറത്തൊരു ബൈക്ക് തട്ടിയിട്ട് അങ്ങനെ പറയുന്നുണ്ട്. രണ്ട് തരത്തിലാണ്. ഇങ്ങനെ ഒന്ന് പൊന്തി തന്നെയാണത് മൊത്തത്തിൽ ഇച്ചിരി അത് വശപശകളാണ്. കാരണം ഇന്നലെ ഒരു ഓട്ടം പോയ സമയത്ത് ഒരു വണ്ടി ഉണ്ടായിരുന്നു, നമ്മൾ കമ്പനിക്കാരൻ്റെ വണ്ടി. അവൻ്റെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ആ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നു. അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചങ്ങായിമാരെടുത്ത് പറയും ചെയ്ത് ഇന്നിപ്പോൾ എന്തായാലും വരാൻ സാധ്യതയുണ്ട്, ആശാൻ ഇവിടെ തന്നെ ഉള്ളതെന്ന് പറയും ചെയ്ത്. പക്ഷെ ഇത്രയും നേരം എന്താ പറയാ ലേറ്റായി എത്തുന്നുള്ള അറിയില്ല. എവിടെയൊക്കെ പോയിട്ട് പുള്ളി ഇച്ചിരി നേരത്തെ വൈകി വന്നതായിരിക്കും. അതായിരിക്കും, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നതാന്ന് തോന്നുന്നു. അവിടേക്ക് ഏകദേശം എല്ലാം തീർത്തിട്ടാ വന്നേന്നാ പറഞ്ഞത്. ഇതുപോലെയൊക്കെ ആളുകൾ സഞ്ചരിക്കുന്ന വഴി തന്നെ കേട്ടോ. ഇവിടെ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. നിരവധി ആളുകൾ കുട്ടികളടക്കം സ്കൂളിലേക്കും മറ്റ് ജോലികൾക്കൊക്കെ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. അവിടെ ആ മുകളിലായിട്ട് കാണുന്നതാണ് പനവല്ലി എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ നിന്നാണ്, ഈ ഒരു ഭാഗത്തു നിന്നാണ് ആന ഇറങ്ങി, ഇവിടെ തോട്ടത്തിൽ നിന്നാണ് ഇറങ്ങി ആന ഇങ്ങോട്ട് കയറി വന്നത് കേട്ടോ. തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇവിടെ തന്നെ കാണാം. ആ കാണുന്നത് ഫോറസ്റ്റാണ്, ഫോറസ്റ്റിൻ്റെ തുടക്കമാണത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഇവിടെ നിന്നാണ് ഒരു 9 മണിയായപ്പം ഇവിടെ ആനേനെ ഞാൻ കണ്ടത്. ഇവിടുന്നല്ലേ? ഇവിടെ നിന്നാണ്. പക്ഷെ അത് ഉപദ്രവവും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല. ഞാനൊന്ന് ഒറ്റ കണ്ടായിരുന്നുള്ളൂ. വണ്ടിയിൽ വന്ന സമയത്ത് എന്താക്കി, ഞാൻ തന്നെ എന്താക്കി ഓട്ടോറിക്ഷയും കൊണ്ട് അതിൻ്റെ പുറകാലെ പോയി. അപ്പം അതിൻ്റെ എന്താ പറയുക ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ അല്ലല്ല, അത് വേറെ. അത് വലിയ ഉപദ്രവമൊന്നും ഇല്ലാന്നാണ് പറഞ്ഞു കേട്ടത്. ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല. അത് പോവുകയും ചെയ്തു കേട്ടോ, ഫോറസ്റ്റിലേക്ക് കയറി പോവുകയും ചെയ്ത്. പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടുമില്ല. അന്ന് രാത്രി ആയാലും ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എന്തായാലും കാട്ടാനാണ് അതിന്റെ സ്വഭാവം. അതാണ്, നമുക്കറിയില്ലല്ലോ, പറയാൻ പറ്റില്ല എപ്പോഴാ അതിന്റെ മാവം മാറുന്ന. ഒന്നും അറിയില്ലല്ലോ, സ്വഭാവം എന്താ അറിയില്ലല്ലോ. പകലിങ്ങനെ ആനേന്റെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമുള്ളതാണ്. കാരണം വെച്ചാൽ എന്താ പറയാ, ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പ്രദേശം. പിന്നെ അത് മാത്രമല്ല മക്കളടക്കം സ്കൂളിലേക്കും കാര്യത്തിനൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഒന്നും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലേ? ഫെൻസിങ് ഇതേപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട് ഫെൻസിങ്. ആളുകൾ സ്വന്തമായിട്ട് ഇടുന്നതാ? സ്വന്തമായിട്ട് ഇടുന്ന തോന്നുന്നു. അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഞാൻ രാവിലെ പണിക്ക് വരുന്നതാണ്, അപ്പൊ അതുകൊണ്ട് വലിയതായിട്ടുള്ള ഇതില്ല. പിന്നെ എല്ലാരും അറിയാം, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ആള് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. വലിയ പണിക്കൊന്നുമില്ല. എന്തായാലും എന്താ പറയാ, പഠിച്ചോണ്ട് ഒരുത്തം കൊണ്ട് ഒന്നും സ്കൂട്ടിക്ക് പരിക്കുണ്ടല്ലേ? സ്കൂട്ടി അവിടെ സ്കൂട്ടി ഇവിടെ ഉണ്ട്. ഞാൻ കണ്ടില്ല കേട്ടോ. സ്കൂട്ടി നമ്മൾ ഇവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചാവിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത്. കേട്ടോ സ്കൂട്ടി. ഇത് ആന കുത്തിയല്ലേ? അത് തന്നെയാണ് ആന കുത്തിയത്. കൊമ്പ് കുത്തിയേക്കുന്ന ആടാണ് കാണുന്നത്. ലൈറ്റ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, അതിന്റെ ഗ്ലാസും ചില്ലുണ്ട്. ഇതെവിടെയൊക്കെ ഇങ്ങനെ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എടുത്ത് എറിഞ്ഞ സമയത്താണ് തോന്നുന്നുണ്ട്. പുള്ളി ആനയെ കണ്ടവിടെ വീണെന്ന് തോന്നുന്നല്ലേ? മൂപ്പര് ആനയെ കണ്ടവിടെ തന്നെ ബൈക്ക് താഴെ ഇട്ടിട്ട് ആന അങ്ങനെ വന്നത്. അത് നമുക്ക് ആ വീഡിയോ കണ്ട കറക്റ്റ് തീരും. കാരണം ആരായാലും ഇപ്പം മൂപ്പരായോണ്ട് മൂപ്പര് കുറച്ച് ധൈര്യം ഉണ്ട് തോന്നുന്നുണ്ട്. ഞാനൊക്കെയാണ് ചിലപ്പോ അവിടെ നിന്ന് പോകും. കാരണം ആ വരുത്ത ആന വന്നത് ഓടാൻ പറ്റില്ല, പെട്ടെന്ന് നമ്മൾ സ്തംഭിച്ചു പോവല്ലോ. മൂപ്പര് അങ്ങോട്ടേക്ക് തുള്ളും ചെയ്ത് ചാടുകയും ചെയ്ത്. എന്താ വെച്ചാൽ അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഒന്നും പറ്റില്ല. അപ്പോഴത്തേക്കും ആൾക്കാരും ജനങ്ങളെല്ലാം ഓടി വന്നു. കുത്ത് സ്കൂട്ടിക്ക് ഇവിടെ സീറ്റിലാണ്, അതുകൊണ്ട് ചെറിയ പോറല് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഇത് മൊത്തം പോകും. ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ പൊട്ടിയില്ല? ഇതും പൊട്ടി, അപ്പുറത്ത് അതേപോലെ അതും പൊട്ടിയിട്ടുണ്ട്. ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. തെർമോക്കോൾ എടുത്തിട്ട് എറിയുന്ന പോലെ ഉണ്ടല്ലേ? സത്യമാണ്. അതൊരു വല്ലാത്ത വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും അത്ഭുതമായിപ്പോയത്. കാരണം വെച്ചാൽ എന്താ പറയാ, മൂപ്പര് ബാക്കി കിട്ടിയല്ലോ എന്നായിപ്പോയി.
അത്രയും അടുത്തന്നെ. ഞാനൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മളാണെങ്കിൽ ഷോക്കായി പോവുള്ളൂ. പറിച്ചിട്ട് ഓടാൻ പറ്റില്ല. പിന്നെ അത്രയും രാവിലെയും കൂടിയാണ്. ആ സമയത്ത് തന്നെ ആൾക്കാരെല്ലാം ഓടി വന്നുകൊണ്ട് ഏകദേശം എന്താ പറയാ, എല്ലാവരും ഓടി വന്നു. നമ്മളെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര സഹകരിച്ചേക്കുന്ന ജനങ്ങളാണ്. എല്ലാവരും പെട്ടെന്ന് ഓടി വന്നല്ലേ? എല്ലാവരും ഓടി വരും. ഓടി വന്നിട്ട് എന്താക്കി ആനേനെ ഓടിച്ച് കയറ്റി. ജനങ്ങൾ ഭയങ്കര അത്രയും സപ്പോർട്ടുള്ള ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഒരു ഇടങ്ങറും പറ്റിയിട്ടൊന്നുമില്ല. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് തിമ്മപ്പൻ. രാവിലെ എത്ര മണിയായപ്പോഴായിട്ടാ ഇത്? 6:20. അതല്ലേ. നിങ്ങളൊക്കെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ലേ. ഭയങ്കര സംഭവമായിപ്പോയി അല്ലേ? ഭയങ്കര സംഭവമായിപ്പോയി. പിന്നെ ഇതുപോലെ ഇതിവിടെ കാവലിലത്തെ ദിവസം വരുന്നുണ്ട് ഇതിലെ. എല്ലാ ദിവസവും വരുന്നുണ്ട്. ഒരിക്കൽ ഈ ഡ്രൈവർ അങ്ങനെ കുടുങ്ങിയായിരുന്നു പോലും, ബൈക്ക്. പിന്നെ ഇടയ്ക്ക് ഇപ്പം കാവൽ വയൽ കൃഷിക്ക് പോയി നോക്കാനുള്ള സാഹചര്യം ഇല്ല. എന്താ പറയുക, ഈ റോഡ് കൂടി എപ്പോഴും വരുന്ന ഇതന്നെ ഫോറസ്റ്റ്. അതുകൊണ്ട് റോഡ് കൂടി പോക്ക് നടക്കുന്നില്ല ഇപ്പം. കാവലിനെ കൃഷി നോക്കാൻ പറ്റുന്നില്ല. തലനാരിക്ക് രക്ഷപ്പെട്ടാലേ? അതെ, തലനാരിക്ക് ഇപ്പൊ രക്ഷപ്പെട്ടത്. ഇതുപോലത്തെ അനുഭവം നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് എത്രയോ വട്ടം ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഈ റോഡ് കാവൽ വരുമ്പോൾ ഓടി വരും. ഞങ്ങൾ പിന്നെ വരുമോ പ്രതീക്ഷയോടുകൂടി പോയപ്പോൾ ആദ്യം പടക്കം പോയി പൊട്ടിച്ചായിരുന്നു ഓടിച്ചോണ്ടേ. ഇപ്പം പിന്നെ പടക്കമില്ല. നമ്മള് ഫെൻസിങ് ഒക്കെ ഇട്ടാ കൊണ്ട് ഫെൻസിങ്ങിൽ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പ്രദേശത്തോടെ എപ്പോഴും നടന്നു പോകുന്ന ആളുകളായിരിക്കും? ഏത് സമയത്തും ഈ നടന്നു പോകുന്ന ആൾക്കാരാണ്. എപ്പോഴും ഒരു ആനയെ പ്രതീക്ഷിച്ച് തന്നെയാ പോകുന്നത്? എപ്പോഴും ആനനെ പ്രതീക്ഷിച്ച. പകലും കാണാറുണ്ടല്ലേ? പകല് പിന്നെ ഫോറസ്റ്റ് കൂടി ഇങ്ങനെ എപ്പോഴും ഈ അടുത്തന്നെ ദൂരം പോവില്ല, ബൗണ്ടറിയിൽ തന്നെ ഉണ്ടാവും. ഇതെവിടെയൊക്കെ ഉണ്ടാവൂലേ? അതെ. ഇറങ്ങി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ സ്ഥിരമായിക്കോളൂ അല്ലേ? ഇനി ഇറങ്ങി തുടങ്ങി ഇനി കൃഷിയൊക്കെ ആയതുകൊണ്ട് സ്ഥിരമായിട്ട് ഇറങ്ങിക്കോളൂ. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഞാന് പിന്നെ ആ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പശു ഉണ്ട്. അപ്പൊ ഞാൻ എന്തൊക്കെ പശുവിന് പിന്നെ ചാണം പഠിക്കാൻ വേണ്ടി ഞാൻ അലക്കറി. അപ്പൊ ഒരു കൂട്ടിക്കാരൻ ഇങ്ങനെ പോകുന്ന കണ്ടു ഞാൻ ഇങ്ങോട്ട് പോയി. ഞാൻ ആദ്യം എത്തി ഒന്ന് ചാണം പഠിക്കാനാകുമ്പോ ഒരു നിലവിളി ഇവിടെ ആന കയറിയതാ. ആന കയറി അപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങി നോക്കുമ്പോൾ ആന ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഇറങ്ങി അതാ വെച്ചില്ലേ, അവിടെ ഇറങ്ങി. അപ്പൊ നോക്കുമ്പോ കാണാൻ ഒരു ബൈക്ക് ഉണ്ട്. അപ്പോഴത്തേനും എന്തോ ഒരു ശബ്ദം ഒറ്റ കേട്ടു. ആന മറിക്കുന്ന കാണുന്നത്. അപ്പൊ മറ്റേ ആളെ കണ്ടിട്ടില്ല നമ്മള്. അപ്പൊ ഞമ്മക്ക് എന്താ അറിയോ, ഇയാളെ എത്ര വലിയ ഇതില്ല. പെട്ടെന്ന് ഞമ്മക്ക് എന്താ ആന ഓടിച്ചിട്ട് പോലെ തിരക്കായി. ആന ഞങ്ങൾ ഓടിച്ചിട്ട് വന്ന് നോക്കുമ്പോഴാണ് ഈ ഇവിടെ അപ്പത്തിന് ഇവിടെ ഇയാൾ ഡ്രൈവറാ. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ അയാളും ഈ ഒച്ച കേട്ടിട്ടാണ് അയാൾ പുറത്തിറങ്ങി. അയാൾ അല്ലെങ്കിൽ 6:30 ഇവിടുന്ന് ബസ് എടുക്കണ്ടേക്ക്. ആ സമയത്ത് അതിലെന്തായാലും ഷോക്ക് ഉണ്ട്. ഈ ഷോക്കുള്ളത് കൊണ്ട് ഇയാൾ എന്താ വന്ന വരുത്ത് ആന വന്ന് മുട്ടി. ഇയാൾ നേരെ ഇങ്ങനെ ആക്കിയതാ. അപ്പോഴത്തേനും എന്താക്കി, അയാൾ ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോഴത്തേനും അയാൾക്ക് ഇറങ്ങാൻ പറ്റാത്ത എങ്ങനെയോ ഇറങ്ങിയിട്ട് അയാൾ ചാടി. അപ്പോഴത്തേനും ആന വന്ന് ടട്ടപ്പാട്ടൻ 2 കൂട്ടി അങ്ങ് തട്ടിയും കിട്ടും. പുള്ളിക്ക് പരിക്ക് പിന്നെ ഇവിടെ രക്തം വരുന്നുണ്ട്. രക്തം വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇല്ല, പിന്നെ തട്ടിയിട്ടില്ല. പിന്നെ വീണിട്ട് എന്തെങ്കിലും ചതവ് ഉണ്ടോ എന്ന് അത് പറഞ്ഞു. ഞാൻ ഫോറസ്റ്റുകാർ ചോദിച്ചു എന്താ വേറെ കംപ്ലൈന്റ് എന്തെങ്കിലും വിളിച്ചപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അവര് പറഞ്ഞു ഞങ്ങള് വന്നിട്ടില്ല, വന്നത് വേറെ ഡ്യൂട്ടിക്കാരാന്ന്. അപ്പൊ ഞങ്ങളിപ്പം വന്നത് ഇപ്പൊ അന്വേഷിച്ചിട്ട് വന്നതാ. അപ്പൊ അവിടെ പിന്നെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്താ റിസൾട്ട് ഒന്നും അറിയില്ല എന്നാ പറഞ്ഞു. എന്തായാലും ഇതുപോലത്തെ സംഭവങ്ങൾ ഇവിടെ ഇടയ്ക്കെന്ന് പറഞ്ഞ് ഇതിനിടയ്ക്ക് മെനിഞ്ഞാന്ന് ഒരു കല്യാണ വീട്ടിലേക്ക് പോയി സ്വന്തം ഓന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ആന എങ്ങനെ തിന്നുന്നുണ്ട്. ഇവൻക്ക് 10-16 വയസ്സുള്ള ചെക്കനാന്ന്. ഓൻ വന്ന് അതെവിടെയാ സംഭവം? ആ സംഭവം കുറച്ചപ്പുറത്തല്ലേ. ഇതന്നെ ആയിരിക്കും എന്നാ തോന്നുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ 2-3 ദിവസമായിട്ട് ഈ റോഡ് സൈഡ് തന്നെയാണ് നടക്കുന്നുണ്ടല്ലേ. നടക്കുന്ന പറഞ്ഞാൽ ഇത് പിന്നെ ഒരു മൊണ്ണവാലനാ. ഒരു കൊമ്പ് ഒന്ന് കേറിയിട്ട് ഓന് പറഞ്ഞ ഇത്ര അടുത്ത് റോഡിൽ ഇത്രയും അടുത്തുണ്ടെങ്കിലുണ്ടല്ലോ, വണ്ടി പോകുന്നുണ്ടെങ്കിൽ തുമ്പി കൊണ്ട് വീശാനും കളിച്ചു. ദേശക്കാരനാ. ഇതിന് മുന്നേ അവിടെ നമ്മുടെ അവിടെ പിന്നെ പൊട്ടിച്ച് അവൻ തന്നെ സാധനം ഓൻ തന്നെയാ. നിങ്ങൾ രാവിലെ ആനയെ കണ്ടല്ലോ? കണ്ടു. ഞങ്ങള് മാത്രമേ ഇവിടെ കുറെ ആൾക്കാർ ഒച്ച കേട്ടപ്പോ ആന ഇങ്ങോട്ട് ഓടി വരിക. ഞാൻ അപ്പത്തിന് ഇതെന്നറിയാ, എനിക്ക് ഈ പുള്ളി അങ്ങനെ തട്ടിയെന്നുള്ള വ്യൂ എനിക്ക് മനസ്സിൽ പോകുന്നില്ല. ആന വരുമ്പോഴാ എനിക്ക്. എന്നിട്ടും ഞങ്ങൾ അവിടം വരെ എത്തിയിട്ട് പിന്നെയാണ്. അപ്പൊ ഈ ഡ്രൈവർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ വണ്ടി അപ്പൊ ആ ചങ്ങ ഏണിച്ച് കേട്ടോ, ഏണിച്ച് അയാളും നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതെന്താ സംഭവം, പോയി നോക്കുമ്പോഴാണ് എനിക്ക് സംഭവം.
അതെല്ലാം രക്ഷപ്പെട്ടല്ലോ അല്ലേ? ആ രക്ഷപ്പെട്ടു. എന്തായാലും പിന്നെ എന്തോ അവനക്ക് നല്ലൊരു ഭാഗ്യമുണ്ട്, രക്ഷപ്പെട്ടു. എന്തോ രക്ഷപ്പെട്ടാൽ വലിയ എന്തറിയോ ഷോക്കും കൂടി ഇല്ലെങ്കിൽ തീരുമാനമല്ലേ അടച്ചേനെ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇന്ന് നമ്മൾ പനവല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു അതായത് കാട്ടാന ആക്രമിച്ച ആ ഒരു സ്കൂട്ടറിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു ചേട്ടൻ്റെയും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ആ ഒരു ആക്രമണം നടന്ന ആ ഒരു പ്രദേശത്തിന് തൊട്ടടുത്തുള്ള ആളുകളുടെ അവരൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. വളരെ ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. കാട്ടാനകൾ ഇതുപോലെ തന്നെ ഈ പനവല്ലി പ്രദേശത്തോടൊക്കെ സ്ഥിരം ഇറങ്ങി നടക്കാറുണ്ട്. പലപ്പോഴും ആളുകളുടെ മുമ്പിലൊക്കെ ചെന്ന് പെടാറുണ്ട്. പലരും തലനാരിഴയ്ക്ക് രക്ഷോടെയാണ്. ഇതിന് മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു 4-5 മാസം മുന്നേ നമ്മൾ ആ ഒരു ആനയുടെ വീഡിയോ കണ്ടിരുന്നു. അത് ഫെൻസിങ്ങൊക്കെ പൊളിച്ച് റോഡിലൂടെ പകൽ സമയത്ത് ഇറങ്ങി ഒരു സ്കൂട്ടറൊക്കെ കുത്തിമറിച്ച് കടന്നു പോകുന്ന ഒരു രംഗം നമ്മളന്ന് കണ്ടാണ്. വളരെ വൈറലായിരുന്നു ആ വീഡിയോ ഒക്കെ. അതേ ആന തന്നെയാണ് ഇത് എന്നുള്ളതാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത് കേട്ടോ. ഏതായാലും വളരെ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ള ആളുകൾ വളരെ ഭീതിയിൽ തന്നെയാണ്. രാത്രി വെളുപ്പാങ്കാലത്തൊക്കെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ച് പോവുക എന്ന് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളൂ. കാരണം ഇതൊക്കെ ഭാവിയിൽ ഇനി കൂടി വരാനുള്ള സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.